ഹലോ ഹലോ, ആ ഞാൻ തന്നെയാന്നേ, നാരനേട്ടനാണ്. ഞാനവിടെ പോയിരുന്നു. അടിപൊളി കുട്ടിയാ, നല്ല വീട്ടുകാരും. പിന്നെ അവരൊരു കാര്യം പറഞ്ഞു, ചെക്കനെ ഒന്ന് കാണണ്ടേ. ചായപ്പീടി പൂട്ടാൻ പറ്റില്ല എന്നാ. എന്നാ ഒരു കാര്യം ചെയ്യാ, ഞാൻ പെൺകുട്ടിയും അവരൊക്കെ കൂട്ടിയിട്ട് അങ്ങടാ വരാ. പിന്നെ ദേവടുത്തിയേ ഒരു കാര്യം, ഞാനിപ്പോ 4-5 പ്രാവശ്യമായി അങ്ങോട്ട് കിടക്കണ് ഇങ്ങോട്ട് കിടക്കണ്. ഒന്നും ഇതുവരെ തന്നില്ലേ. ആ ചില്ലറേ എന്റെ ഈ ഫോണിലേക്ക് ഒന്ന് അയച്ചു തരണട്ടാ. അതിപ്പോ വാങ്ങാൻ ഞാൻ അങ്ങോട്ട് വരണമെന്നുണ്ടാ. എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാ മതിയടോ. അപ്പോ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നമുക്ക് കാണാം. കൊരണ്ടി തള്ള, 10 ലക്ഷം രൂപ, 101 പവൻ, ഒരു ഓടി കാറ്. എന്താ അവിടെ ഉള്ളത്? ഒരു ഉണക്കച്ചായ പിടിയ, ഒരു കൂരയും. നടന്ന തന്നെ ഓലക്കേട മൂട്. നാരായണേട്ടനൊന്ന് നിന്നേ, കൊറേ ദിവസമായി ഞാൻ നാരായണേട്ടനെ അന്വേഷിച്ച് നടക്കണു. ആരാ? ജോസാ? എനിക്ക് ലേശം തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. നാരായണേട്ടാ പോവാൻ വരട്ടെ. നിക്ക് 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 ഒരു മിനിറ്റ്, പോവാൻ വരട്ടേന്നേ. നാരായണേട്ടാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്തിനാ ജോസേ നീ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കണ്? അതല്ല നാരായണേട്ടാ, ഞാൻ കല്യാണം കഴിച്ചു, കുട്ടികളായി, ഗൾഫിൽ പോയി, മടങ്ങി വന്നു. ഇപ്പൊ അവരൊക്കെ മുതിർന്നു, എന്നിട്ടും ഓനൊരു പെണ്ണായില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെങ്ങായി അല്ലേ? ഹേയ് എന്റെ ജോസേ, നീ വിചാരിച്ച മാതിരി അത്ര എളുപ്പമൊന്നല്ല കാര്യങ്ങള്. ഇപ്പൊ ഒരു കോളേജിൽ പോയി നോക്ക്, അവിടെ 75% പെൺകുട്ടികളാ. ഒരു സ്കൂളിൽ പോയി നോക്ക്, 90% സ്ത്രീകളാണ് ടീച്ചർമാര്. എന്നാലും നാരായണ വിചാരിച്ച നടക്കില്ല. അതത്ര എളുപ്പമൊന്നുമല്ല ജോസേ. അതെ, അമ്മയും മോനും മാത്രമുള്ളോ. പിന്നെ ചെക്കനാണെങ്കിൽ തങ്കപ്പെട്ട സ്വഭാവാ. തന്നെയല്ല ഈ വർഷത്തെ മികച്ച കർഷകന്റെ അവാർഡ് അവനാ. അതുകൊണ്ടൊക്കെ എന്താ കാര്യം? നാരായണേട്ട സ്ത്രീധനൊന്നും വേണ്ട. സ്ത്രീധനൊന്നും വേണ്ടെന്നാ? പിന്നെ എന്റെ റോൾ എന്താ? നാരായണേട്ടൻ പേടിക്കണ്ട, നാരായണന്റെ കാര്യം ഞാനേറ്റൂന്നേ. എന്റെ ജോസേ, ഞാൻ ഈ ഒരു വാക്ക് കേക്കാൻ വേണ്ടി നിക്കല്ലായിരുന്നു. കുട്ടികളെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ജോസിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാ അതെന്റെ സുഹൃത്തല്ലേ? എന്താ പിന്നെ കർഷകന്മാർക്ക് ഇവിടെ പെണ്ണ് കിട്ടണ്ടേ? അതൊക്കെ നമുക്കാണ് നടത്താടോ. ഇത് നാരായണൻ പറഞ്ഞ വാക്ക് നടന്നിരിക്കും. ഓക്കേ. ഒക്കെ അവന്റെ പറമ്പാ, രാവിലെ മുതൽ അവന് ഇവിടെ ഉണ്ടാവും. അപ്പുറത്ത് ഉണ്ടാവുന്നേ. അല്ല ജോസേ, ഇതിപ്പോ നേരെ നടക്കാറുന്നെങ്കിൽ എറണാകുളത്ത് എത്തിയായിരുന്നു. ഇവിടെ മാത്രം ഇപ്പൊ നോക്കാളോ, ബാക്കി എല്ലായിടത്തും പോയില്ലേ നമ്മള്. അല്ല അവന് ഫോണൊന്നും ഇല്ലേ? മൊബൈലാ അവനാ. മൊബൈലൊന്നും ഉപയോഗിക്കില്ല. അതേ നോക്കിയേ, ഈ മൊബൈല് ഞാൻ നോക്കി ഗൾഫിൽ നിന്ന് വരുമ്പോ അവന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. തമ്പുരാനെ കുറിച്ച് അവൻ ഇത് മേടിക്കില്ല. ഇതിപ്പോ അവന് വേണ്ടിട്ടല്ല, എനിക്ക് എപ്പോഴെങ്കിലും വിളിച്ചാ അവനെ കിട്ടാൻ വേണ്ടിട്ടാ. നടക്കില്ല മാഷേ, അവൻ ഭയങ്കര ജൈവ കർഷകനാ. ഇതൊക്കെ ഒന്ന് നേരത്തെ പറയായിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ല ഈ കക്ഷിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ? മുഴുവനായിട്ടും അവന് താല്പര്യമായിട്ടൊന്നല്ല, നമ്മളങ്ങോട്ട് ഉണ്ടാക്കല്ലേ. നടന്ന് നടന്ന് മടുത്തിട്ടുള്ള വിഷമം കൊണ്ടാ. ആർക്കായാലും ഉണ്ടാവില്ലേ നാരായണേട്ടാ? അതാണ് നാരായണൻ കിടന്നേ. ഒന്ന കുമ്പിടറോ, ഒന്ന താത്ത അങ്ങോട്ട് തല. പതുക്കെ മുട്ടാണ്ട്. വള്ളിമ പിടിക്കണ്ട. ഒരു കുഴപ്പമില്ലാണ്ട്. വയസ്സ് എത്രയായിന്നറിയോ? 74. വയസ്സാ? അതൊന്നും കാര്യാക്കണ്ട. എന്നെ കാണണ്ട മാതിരി കാണാന്ന് പറഞ്ഞ കാരണം കൊണ്ടാ. അതൊക്കെ ഞാൻ ശരിയാക്കില്ലെന്ന് അറിഞ്ഞേട്ടാ. നടന്നേ. നിങ്ങൾ ഈ ജൈവവളം ഗോമൂത്രം ചാണെന്നൊക്കെ പറഞ്ഞത് നിന്നേട്ടാ, വലിയ കാര്യമൊന്നുമില്ല. നിക്കണ നിപ്പ് വേണ്ട. രാസവളം ഇട്ടില്ലെങ്കിൽ ഇത് എന്നുണ്ടാവാനാ? ഞാനിതേ ലാഭത്തിന് വേണ്ടി ചെയ്യണതല്ല. എന്തു വന്നാലും രാസവളം ഉപയോഗിക്കില്ല.
പിന്നെ ഇത് എത്രയും വേഗം തീർക്ക്, നമുക്ക് പാടത്തേക്ക് പോണം. അല്ലടാ, കഞ്ഞി നമുക്ക് ഇങ്ങോട്ട് കൊടുന്നല്ല, നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാം. എന്നാ പോയി വേഗം എടുത്തിട്ട് വാ. നീ ഇവിടെ വന്നിക്ക എത്ര നേരായി, എത്ര പറമ്പിൽ പോയി അന്വേഷിച്ചു തന്നെ. നാരായണന്റെ പ്രാന്തായിട്ട് നിക്കണേ. അവരെ എപ്പോ തുടങ്ങിയ വിളിയെന്നറിയോ? നമുക്ക് അടുത്ത ഞായറാഴ്ച പോയാ. ഏയ് ഞായറാഴ്ച ഒന്നും എനിക്കൊഴിവില്ല. ഇത് നടക്കണമെങ്കിൽ ഇന്ന് പോണം. കഞ്ഞിയൊക്കെ പിന്നെ ആവാ, ആളേരം പിടിച്ച് നടക്കാവൻ. വലിയ വീടൊക്കെയാണല്ലോ. നടന്നാ നന്നാവൂലേ? കൊഴപ്പല്ലേ? ബെന്താ അവിടെ നിക്കണേ? എന്തൂട്ട് നോക്കിട്ട് നിക്കണേ? ഇങ്ങോട്ട് വന്നേ, നടക്ക്. വരൂ വരൂ, ഇരിക്കൂ ഇരിക്കൂ. കിടികിടി 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 എപ്പോ നോക്കിയാലും ഇതന്നെ ഒരു ഏട്ടപാട്. അതെ, മഴ തുടങ്ങിയ ശേഷം ഇപ്പം അങ്ങനെയാ, മുഴുവൻ റോങ് നമ്പറാ. എന്നാലോ ആവശ്യക്കാരായിട്ട് വിളിച്ചാൽ കിട്ടൂല, കിട്ടുന്ന മുഴുവൻ പരസ്യക്കാരും. ഏയ് ഇതൊന്നുമല്ല, 3 ആള് വെയിറ്റിങ്ങിലാ. നമുക്ക് വേഗം നോക്കാം. ബോംബെന്നേ പെങ്ങളും കുട്ടികളും വരുന്നുണ്ട്. അതിലൊരാൾക്ക് ഉണ്ണിയപ്പം വേണം, അവർക്കിന്ന് തിരിച്ചു പോവും വേണം. പിന്നെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കുട്ടികൾ, അവർക്ക് കടുമാങ്ങ വേണം. പിന്നെ ഉണ്ട് ദുബായിൽ നിന്ന് നമ്മുടെ പേരക്കുട്ടികളും മോളും വരുന്നുണ്ട്. അതിലവിടെ അവരൊരാൾക്ക് പ്രസവമാണ്, അവർക്കോ ചക്ക വരട്ടിയത് വലിയ ആഗ്രഹം, പുറത്തയക്കണമെന്ന് പറഞ്ഞു. എന്താ അതൊക്കെ ചെയ്യാം, കുട്ടികളുടെ കാര്യമല്ലേ. ഇത് മുഴുവൻ ശരിയാക്കാൻ ഞാൻ മാത്രമുണ്ട്. ഒക്കേട്ടനും ഓടണേ, എനിക്കാണെങ്കിൽ സമയത്തില്ലേനും. ആരാ മനസ്സിലായില്ല? അമ്മാവനാണ്. അമ്മാവനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും ബിസിയാണേ. ഹായ്, നിൽക്കാൻ സമയമില്ല എനിക്ക് എന്നെ. ഇപ്പം എന്നെ കണ്ടതേ നിങ്ങളുടെ ഭാഗ്യം എന്നേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ചായ കുടിക്കാം. നിങ്ങളോടായതുകൊണ്ട് പറയാ, ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ലേ മനുഷ്യൻ, പുലർച്ചയ്ക്ക് കയറിയിരിക്കണത് ആ കാറിൽ. 2-2.5 മണിക്കൂർ വേണം ഇവിടെ പറമ്പൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ. 2.5 മണിക്കൂർ, അതും കാർ. അത് ചില കാർ അങ്ങനെയാണെന്നേ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനൊരു കാറ്. ഞാനതൊരാളിങ്ങോട്ട് വന്നപ്പോ ഒത്തു കിട്ടിയപ്പോ അതങ്ങോട്ട് വിറ്റൊഴിവാക്കി. അതേ, കാറിന്റെ കാര്യല്ല പറഞ്ഞേ, സ്ഥലത്തിന്റെ വിസ്തീർണം. ഓ, അതെനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടില് അച്ചപ്പുള്ളോടത്ത് കുഴപ്പമുണ്ടാവും. അത് ശരി. ചില ദിക്കിൽ അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ആ പണിയില്ല. അഥവാ ഇനി വേണമെന്ന് വെച്ചാലോ, ഒരു ഫോൺ കോളോ വേണ്ടോ, ആ സാധനം ഇപ്പം അങ്ങോട്ട് എത്തും. എന്നാ പിന്നെ കുട്ടീനെ വിളിച്ചോളൂ. ഓ, എന്നാ പിന്നെ കുട്ടികൾക്ക് സംസാരിക്കാണ്ടാവും. നമുക്കാണ്ട് പുറത്തേക്ക് പോവാം. പേര് ശാന്തിനി. എന്ത് ചെയ്യുന്നു? MA മലയാളം കഴിഞ്ഞിട്ട് ഇപ്പൊ PhD ചെയ്യാ. ഏത് വിഷയത്തിലാ? പുളിഞ്ചോടിന്റെ കൃതികൾ. ഓ ഓഹോ, മലയാള ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ കൃതികളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ? പറ്റിയ ഗൈഡിനെ കിട്ടണ്ടേ? പോരാത്തതിന് അത് ചെയ്യാൻ തുടങ്ങിയവരൊന്നും തീർത്തിട്ടുമില്ല. ഗൈഡിനെ സംശയം തീർക്കാൻ പറ്റണം, അത് പറ്റാത്തതാ പ്രശ്നം. നവീന കവിതകൾ ഇഷ്ടമാണോ?
ചിലരുടെ. പുളിഞ്ചോടിന്റെ കവിതകൾ സൂപ്പറല്ലേ? ആയിരിക്കാം. പക്ഷേ ഭാഷ ലളിതമല്ല. വിവിധ അർത്ഥങ്ങൾ, അർത്ഥാന്തരങ്ങൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? പ്രകൃതിയും പുരുഷനുമാണ് കൂടുതലല്ലേ? അതെ. അല്ല, ചെറുക്കന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നാരായണേട്ട അത് പറഞ്ഞില്ലേ? എന്തപ്പോ അത് ഇത്ര മാത്രം പറയാനുള്ളത്? അല്ല, അത് ഞങ്ങൾക്ക് അറിയണ്ടേ? കാരണം എൻ്റെ മോള് MA കഴിഞ്ഞ് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാതിരിക്കാൻ നിവൃത്തിയില്ല. പയ്യൻ SSLC കഴിഞ്ഞു, എന്നിട്ട് 2 കൊല്ലം +2 പോയിട്ടുണ്ട്. എന്ത്? ഇങ്ങനത്തെ ആൾക്കാരാണോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണത്? അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഹൈ, എന്തൊരു നാണക്കേടാക്കിയത്. എന്ത് കണ്ടിട്ടാ നാരായണേട്ട ഇങ്ങനത്തെ ഒരാളെ ഈ കുടുംബത്തേക്ക് കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് ഈ നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിച്ചൂടെ ഞങ്ങളെപ്പറ്റി? ഐ, നാണക്കേടായി. ഇതൊക്കെ പുറത്ത് പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞത്? ചെക്കൻ അഗ്രികൾച്ചറാ? ആ, അഗ്രികൾച്ചർ. കൾച്ചർ. ഓ, ഒന്നും പറയണില്ല. എന്ത് കൾച്ചർ അത്? അഗ്രികൾച്ചറാന്നേ. ആ, നല്ല കൾച്ചർ അത്. അതിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്ക്. ഇറങ്ങിപ്പോവാൻ ഞാൻ പറയണില്ല, സ്വയം ഇറങ്ങാവും ഭംഗി. രമേഷേ മോനെ, നീ ഇങ്ങോട്ട് പോരടാ. ഈ ബന്ധമൊന്നും നമുക്ക് ചൊവ്വാവില്ല. നമുക്ക് ഒന്നും വേണ്ട. നീ പോരുമ്പോഴേ ആ നാരായണന്റെ ഡയറി ഇങ്ങോട്ട് എടുത്തോട്ടാ. നിങ്ങളെങ്ങടീ പോണ്? മഴയില് വീണ്. ഈ എന്നോട് വലിയ വർത്താനൊന്നും പറയാൻ നിക്കണ്ട. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ ഇത്തരം കേസായിട്ട് എൻ്റെ അടുത്ത് വരരുതെന്ന്. നാരായണേട്ടാ, ഞാനിത് ഇത്ര റിസ്ക് ഉണ്ടാവും വിചാരിച്ചില്ല. അതപ്പുണ്ടായി. മോനെ, എന്നോട് തെറ്റിദ്ധാരണയൊന്നും തോന്നല്ലേട്ടാ. കാരണം എന്താണെന്നറിയോ? ഈ നാട്ടിൽ കുറച്ച് നിലയും വലിയും പുരോഗമന വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ. ഇവിടെ ആണെങ്കിൽ കാരണന്മാരുള്ളൊരു സ്ഥിതിക്ക് ജാതക പൊരുത്തം അത് അവർക്ക് നിർബന്ധം. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇവർ നിന്നെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നണം. ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസമൊക്കെ ആരെങ്കിലും നോക്കുമോ? അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ജോലി, ഇതും സാമൂഹ്യസ്ഥിതി, തറവാടിത്തം ഒന്നും നോക്കില്ല. പക്ഷെ ജാതകപ്പൊരുത്തം ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരാണേ. ചില്ലറ ആൾക്കാരല്ല ഞങ്ങൾ. അത് മനസ്സിലാക്കാത്തതുകൊണ്ട് പറ്റിയതാണ്. മോനൊന്നും തോന്നരുത്. നിൻ്റെ അഗ്രികൾച്ചർ നീ മുന്നോട്ട് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. ഞാനൊരു അച്ചപ്പവും ഒരു ലഡു എടുത്തിട്ടുള്ളൂ. അവിടെ ജിലേബി എന്തെല്ലാം നിങ്ങളല്ലേ തിരക്കൂട്ടിയത്? ഇതങ്ങനെ ഡയറി. ജോസേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നില്ല. നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ എനിക്ക് കല്യാണം വേണ്ടാന്ന്. നിനക്കായിരുന്നു വലിയ തിരക്ക്. അനുഭവിച്ചോ? ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞതല്ലേ? അല്ല, എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കാൻ വേണ്ടി എത്ര നാളായി നടക്കണു. എന്റെ ജോസേ, വീടും കുടുംബമൊക്കെ അവന് വേണ്ടേ? നീ ഈ വലിയ വീട് കണ്ടിട്ട് പരിഭ്രമിക്കൊന്നും വേണ്ട. 10 കൊല്ലായിട്ട് വാടകയ്ക്കാ. ഇക്കറിയവരെ പെണ്ണിന്റെ അച്ഛനെ 10 കൊല്ലായിട്ട് റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കണകുണം പറഞ്ഞു നടക്കുക. അതിൽ കുത്തി ഇതിൽ കുത്തിയിട്ട്. ഞാൻ വിചാരിച്ച അയാൾ ആ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ, കാറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ സ്ഥലത്തിന്റെ വിസ്തീർണാന്ന്. നിങ്ങളൊന്നും മിണ്ടാണ്ടുന്നേ. പാടത്ത് പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിട്ടില്ല. നമുക്ക് വേഗം പോവാം. ആരത്? എന്താണ്? എന്ത്? ഞങ്ങൾ ഈ ചാനലിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. അവിടെ ഒരു വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. മഴ പെയ്തപ്പോൾ ഒന്ന് ഇങ്ങോട്ട് കയറുന്നതാണ്. ശരി ശരി. ഇതാ ആ പുളിഞ്ചോടനല്ലത്. അതെ, വായോ പോവാം. അതെ സാറ പുളിഞ്ചോടനല്ലേ? കഥ, കവിത, കഥയും കവിതയൊക്കെ എഴുതണത്? അതെ. അതേടാ, അത് പുളിഞ്ചോടൻ തന്നെയാ. പുളിഞ്ചോടനോ? പുളിഞ്ചോടൻ ഒരുപാട് അവാർഡുകൾ കിട്ടിയുള്ള ആളല്ലേ. ഇയാളുടെ വിഷയത്തിലല്ല PhD ചെയ്യണ. അതെ, എന്നിട്ട് ഇദ്ദേഹത്തെ അറിയില്ല എന്നാ?
ഞങ്ങളോട് രമേശ് എന്നാണല്ലോ പറഞ്ഞത്. അയ്യോ പുളിഞ്ചോടെന്ന് പറഞ്ഞ തൂലിക നാമാണ് മോളെ, സാറേ. ഒരു ഇന്റർവ്യൂ പോലെ ചെറിയൊരു 2 ഇവിടെ മിനിറ്റ് വെച്ച് ശരിയാവില്ല. കാര്യം ഏയ് എന്തോ വേണ്ട. സാറേ പ്ലീസ് സാറേ. ഇവിടെ വെച്ച് ശരിയാവും. ഇല്ല ആ, എന്നാരാ സാറ് പറഞ്ഞത്? ഞാനാ വരാം. തീരുമാനിക്കും. രണ്ട് പെട്ടെന്ന് എടുക്കാം സാറേ. ഇങ്ങോട്ടിരിക്ക്. നാനേട്ടാ സാറേ. അങ്ങോട്ടിരിക്ക്. ഇവിടെ വെച്ച് ചെയ്യാ. അതിനെന്താ? വാ. ഞാൻ ഇപ്പോ എന്താ ചെയ്യാ? ജോസേ, ആ പിള്ളേരെ ഞാൻ വിളിച്ചു വരുത്തിയതാ ആ. ഇന്റർവ്യൂവിന്. അവർക്കുള്ള ചില്ലറ നീ കൊടുക്കണം. ഞാനേറ്റില്ലെന്ന് അറിഞ്ഞിട്ടാ. അത് മതി, അത് മതി.